മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയുടെ ദൃശ്യം വീണ്ടും ക്യാമറയിൽ പതിഞ്ഞു. കരുവാരക്കുണ്ട് സുൽത്താനായ എസ്റ്റേറ്റിന് സമീപം സ്ഥാപിച്ച ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. വയനാട് കബനിഗിരിയിൽ വീണ്ടും പുലി ഇറങ്ങി. മലപ്പുറം വെണ്ണാർമലയിലും പുലിയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചു. വന്യമൃഗഭീതിയിലാണ് ഓരോ ദിവസം കഴിയുന്തോറും നാട്ടിലിറങ്ങിയ കാളികാവിലെ നരഭോജി കടുവയെ 8 ദിവസമായിട്ടും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിന് സമീപം സ്ഥാപിച്ച ക്യാമറയിൽ രാവിലെ 6 മണിക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞു. മദാരിക്കുണ്ട് എസ്റ്റേറ്റ് മേഖലകളിൽ വനം വകുപ്പ് തിരച്ചിൽ ആരംഭിച്ചു. 20 പേരടങ്ങുന്ന 3 സംഘങ്ങളായാണ് തിരച്ചിൽ. കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുന്നതിനുള്ള സംഘവും സജ്ജം. വയനാട് പുൽപ്പള്ളി കബനിഗിരിയിൽ വീണ്ടുമിറങ്ങിയ പുലി ആടിനെ കൊന്നു. കബനിഗിരി സ്വദേശി ജോയിയുടെ കൂട്ടിൽ കെട്ടിയിട്ട ആടുകളെയാണ് പുലി ആക്രമിച്ചത്. സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പുലിയെ പിടികൂടാൻ അടിയന്തരമായി കൂട് സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. മലപ്പുറം മണ്ണാർമലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ വീണ്ടും പുലിയുടെ ദൃശ്യം പതിഞ്ഞു. നിരവധി തവണ പുലിയെ കണ്ടിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ രാത്രി പ്രതിഷേധ മാർച്ച് നടത്തി. 24 മലപ്പുറം.